വിശദമായി നോക്കാം. അടിമാലിയിൽ ഒരാളുടെ മരണത്തിനിടയാക്കിയ മണ്ണിടിച്ചിലിൽ ദുരന്തത്തിലേക്ക് വഴിവെച്ചത് കൊച്ചി ധനുഷ്കോടി ദേശീയപാത നിർമ്മാണത്തിലെ അശാസ്ത്രീയതയെന്ന ആരോപണം. പ്രദേശത്ത് ഇനിയും അപകടമുണ്ടാവാനുള്ള സാധ്യത കൂടുതലാണെന്നും നാട്ടുകാർ പറയുന്നു. ഇന്നലെ രാത്രി 10 മണിയോടുകൂടിയാണ് കൂമ്പൻപാറയിൽ ദേശീയപാതയ്ക്ക് സമീപത്ത് മണ്ണിടിഞ്ഞത്. 7 വീടുകൾ മണ്ണിനടിയിലായിരുന്നു. പ്രദേശത്ത് നിന്ന് ആളുകളെ ഒഴിപ്പിച്ചിരുന്നുവെങ്കിലും ഇന്നലെ രാത്രിയോടെ ചില രേഖകൾ എടുക്കാൻ വീട്ടിലെത്തിയതായിരുന്നു മരിച്ച നെടുമ്പള്ളിക്കുടിയിൽ ബിജുവും ഭാര്യ സന്ധ്യയും. 6.5 മണിക്കൂറിന് ശേഷമാണ് ബിജുവിന്റെ മൃതദേഹം പുറത്തെത്തിക്കാനായത്. ഗുരുതരമായി പരിക്കേറ്റ സന്ധ്യയെ എറണാകുളം രാജഗിരി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സ്റ്റാലിൻ നൽകും കൂടുതൽ വിവരങ്ങൾ. സ്റ്റാലിൻ, ഇന്നലെ രാത്രി 10:00 ഈ ദുരന്തം ഉണ്ടായത്. ഏറെ ആശ്വാസമെന്ന് പറയുന്നത് ആ നാട്ടിലെ അധികൃതർ സ്വീകരിച്ച മുൻകരുതലാണ്. അവർ നൽകിയ മുന്നറിയിപ്പ് പ്രകാരം അവിടുന്ന് ആളുകളെ മാറ്റി പാർപ്പിച്ചു. 22 കുടുംബങ്ങൾ മാറി അവിടുന്ന് താമസിച്ചു. 6ഓളം വീടുകൾ പൂർണ്ണമായും നിലംപൊത്തിയെന്നാണ് നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ആളുകളെ അവിടുന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നില്ല എങ്കിൽ വലിയൊരു ദുരന്തത്തിന് നമ്മൾ ഇന്നത്തെ ദിവസം സാക്ഷ്യം വഹിക്കേണ്ടി വരുമായിരുന്നു. സ്റ്റാലിൻ, തുടക്കം മുതൽ എന്താണ് സംഭവിച്ചതെന്ന് ഒന്നുകൂടെ പറയും. ഭവ്യ സൂചിപ്പിച്ച പോലെ ഇന്നലെ രാത്രി 10 മണിക്ക് ശേഷം 10:30 ഈ ദുരന്തം ഉണ്ടാകുന്നത്. കഴിഞ്ഞ 2 ദിവസങ്ങളായി ഈ പ്രദേശത്ത് ശക്തമായ മഴയുണ്ടായിരുന്നു. എന്നാൽ ഇന്നലെ മഴ വളരെ കുറവായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലെ മഴയെ തുടർന്ന് തന്നെ ദേശീയപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പ്രദേശങ്ങളിലെ വ്യാപകമായി മണ്ണിടിച്ചിലുണ്ടായിരുന്നു. നമ്മൾ തന്നെ ന്യൂസ് 18 തന്നെ കഴിഞ്ഞ ദിവസം അക്കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതിന്റെ ബാക്കി എന്നോണമാണ് ഇന്നലെയും മിനിഞ്ഞാന്ന ദിവസങ്ങളിലുമൊക്കെ മണ്ണിടിച്ചിൽ ഉണ്ടായത്. കഴിഞ്ഞ ദിവസം ഈ പ്രദേശത്തിന്റെ, പ്രത്യേകിച്ചും ഇപ്പൊ ഈ അപകടം ഉണ്ടായിരിക്കുന്ന ആ പ്രദേശത്തിന്റെ 8 മുറി എന്ന് പറയുന്ന മേഖലയിലെ ആ പ്രദേശത്ത് മണ്ണിൽ പലയിടങ്ങളില് മണ്ണിലെ വിള്ളൽ വീണതായിട്ട് ആളുകൾ കണ്ടിരുന്നു. അതിന്റെ ഭാഗമായി ഇക്കാര്യങ്ങൾ അധികൃതരെ, അടിമാലി ഗ്രാമപഞ്ചായത്തിനെയും അതുപോലെ മന്നങ്കല ഉൾപ്പെടെയുള്ള വില്ലേജ് അധികൃതരെ ഒക്കെ ഇക്കാര്യങ്ങൾ അറിയിച്ചു. അതേ തുടർന്നാണ് ഇന്നലെ 22 കുടുംബങ്ങളെ അവിടെ നിന്ന് മാറ്റി പാർപ്പിക്കാനുള്ള സാഹചര്യമുണ്ടായത്. 50ഓളം കുടുംബങ്ങളാണ് ഈ പ്രദേശത്തെ കോളനി മേഖലയിൽ ഉള്ളത്. അതിൽ 22 കുടുംബങ്ങളെ ഇന്നലെ അവിടെ നിന്നും മാറ്റി അടിമാലിയിലെ സർക്കാർ ഹൈസ്കൂളിന്റെ കെട്ടിടത്തിലേക്ക് മാറ്റി പാർപ്പിച്ചിരുന്നു. അതിൽപ്പെട്ട ഒരു കുടുംബം തന്നെയാണ് ഇന്നലെ വീണ്ടും ഈ ദുരന്തത്തിന് ഇരയായത്. ഇവർ വൈകുന്നേരത്തോടു കൂടി ഭക്ഷണം കഴിക്കാനും അതേപോലെ ചില രേഖകളൊക്കെ ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് തിരികെ ഇവിടേക്ക് എത്തിയത്. എന്നാൽ ഇവിടേക്ക് പോകുന്ന വിവരം കൂടുതൽ ആളുകൾ ആരും, പ്രത്യേകിച്ചും ക്യാമ്പിലുള്ളവരാരും അധികം ആരും അറിഞ്ഞിരുന്നില്ല. എന്നാൽ ഈ അപകടത്തിൽപ്പെട്ടിട്ടുള്ള സന്ധ്യയുടെ സഹോദരി ആണ് ഇത്തരത്തിൽ ഇങ്ങനെ ഈ പ്രദേശത്തേക്ക് അവർ പോയിട്ടുണ്ട്, വീട്ടിലേക്ക് അവർ പോയിരുന്നു എന്നുള്ള വിവരം പുറത്ത് അറിയുന്നത്. ഏതായാലും രാത്രി 10 മണിയോടെ ഈ ദുരന്തം ഉണ്ടാകുന്നു. 9 വീടുകൾ ആദ്യം ഇതിന്റെ ഈ മണ്ണിടിച്ചിലില് പെട്ടിട്ടുണ്ട്. അതിൽ 6 വീടുകൾ പൂർണ്ണമായും മണ്ണിനടിയിലായിരുന്നു. നെടുമ്പള്ളിക്കുടി ബിജു മരണപ്പെട്ട നെടുമ്പള്ളിക്കുടി ബിജുവാണ്. ബിജുവും അപകടത്തിൽപ്പെട്ടത് ഭാര്യ സന്ധ്യയുമാണ്. ഈ ബിജുവിന്റെ വീടിന്റെ കോൺക്രീറ്റ് ഭാഗം പൂർണ്ണമായും നിലം പൊത്തുകയായിരുന്നു. വീടിന്റെ വശങ്ങളിലേക്ക് മണ്ണിടിഞ്ഞ് വീണതിനൊപ്പം തന്നെ ഈ കോൺക്രീറ്റ് കൂടി ഈ മണ്ണിലേക്ക് പതിച്ചതോടെ അവിടെ എന്ത് സംഭവിച്ചു എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ആളുകൾക്ക് കഴിഞ്ഞില്ല. പ്രത്യേകിച്ചും വൈദ്യുതി ലൈനുകൾ തകർന്ന് അവിടെ പൂർണ്ണമായും ഇരുട്ടിലായ അവസ്ഥയിലായിരുന്നു. പിന്നീട് അവിടേക്ക് നാട്ടുകാർ ഓടിക്കൂടിയ ശേഷം ഫയർഫോഴ്സും അതുപോലെ തന്നെ അടിമാലി പോലീസും ഉൾപ്പെടെയുള്ള അധികൃതരെല്ലാം എത്തുകയും അസ്കാലൈറ്റ് ഉൾപ്പെടെയുള്ള അടിയന്തര ക്രമീകരണങ്ങൾ ചെയ്തുകൊണ്ടാണ്, ജനറേറ്ററുകളും ഒക്കെ എത്തിച്ച് അടിയന്തര ക്രമീകരണങ്ങൾ ചെയ്തുകൊണ്ടാണ് അവിടെ രക്ഷാപ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ടത്. ഏറെ നേരത്തെ, പ്രത്യേകിച്ചും 7 മണിക്കൂറോളം നീണ്ടു നിന്ന തെരച്ചിലിന് ശേഷമാണ് അവിടെ രക്ഷാപ്രവർത്തനങ്ങൾക്ക് ശേഷമാണ് ഇവരെ കണ്ടെത്താനായത്. എന്നാൽ ആദ്യഘട്ടത്തിൽ തന്നെ ഇതിന്റെ ഈ വീടിന്റെ ഉള്ളിൽ ഇവർ ഉണ്ട് എന്നുള്ളത് കൃത്യമായി ബോധ്യപ്പെട്ടിരുന്നു. ഈ അപകടം ഏറ്റിരിക്കുന്ന ഇപ്പോൾ നിലവിൽ ആശുപത്രിയിലുള്ള സന്ധ്യയുടെ ശബ്ദം ആദ്യം കുറച്ച് പുറത്തേക്ക് ലഭിച്ചു. അതനുസരിച്ച് അടുത്തുള്ള ആളുകൾ തന്നെ, പരിചയക്കാർ തന്നെ സന്ധ്യയെ വിളിക്കുകയൊക്കെ ചെയ്തു. വിളിച്ച സമയത്ത് 1-2 പ്രാവശ്യം മാത്രം ഒരു സന്ദേശം പുറത്തേക്ക് വന്നു. എന്നാൽ പിന്നീട് അത് ഉണ്ടായില്ല. അത് വലിയ ആശങ്കയ്ക്കിടയാക്കി.
വലിയ കോൺക്രീറ്റ് പാളി ആയിരുന്നുകൊണ്ട് തന്നെ അത് പൊട്ടിച്ചു മാറ്റുക വളരെ സാഹസമായിരുന്നു, വളരെ ശ്രമകരമായിരുന്നു. പ്രത്യേകിച്ചും വലിയ മെഷീനുകളൊക്കെ ഉപയോഗിച്ച് അത് പൊട്ടിച്ചു കഴിഞ്ഞാൽ അത് എന്താകും അവസ്ഥ, പ്രത്യേകിച്ചും പൊട്ടുന്ന ഭാഗങ്ങൾ വീണ്ടും ഇവരുടെ ശരീരഭാഗങ്ങളിലേക്ക് തന്നെ വീഴുമോ എന്നുള്ള വലിയ ആശങ്ക ഈ രക്ഷാപ്രവർത്തകരെ വലിയ തോതിൽ ആശങ്കയിലാക്കിയിരുന്നു. എന്തായാലും JCBയും അതുപോലെ തന്നെയുള്ള ക്രമീകരണമൊക്കെ എത്തിയെങ്കിലും വശങ്ങളിലെ മണ്ണ് മാറ്റി അതോടൊപ്പം തന്നെ ചെറിയ മറ്റു ഉപകരണങ്ങളൊക്കെ ഉപയോഗിച്ച് ഉളി ഉൾപ്പെടെയുള്ള ഉപകരണങ്ങളൊക്കെ ഉപയോഗിച്ച് കുറേശ്ശെ പൊട്ടിച്ചു മാറ്റിയാണ് ഇവരുടെ അടുത്തേക്ക് ഈ രക്ഷാപ്രവർത്തകർക്ക്. തീർച്ചയായും സ്റ്റാലിൻ, തുടക്കം മുതലേ നമ്മൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഈ അടിമാലിയിലെ ഇത്തരത്തിലുള്ള മണ്ണിടിച്ചിൽ സാധ്യതയുമായി ബന്ധപ്പെട്ട വാർത്തകൾ നിരന്തരം നൽകുന്ന ഒരു മാധ്യമമാണ് നമ്മൾ. ഇപ്പോഴിത് അവിടെ അത് സംഭവിക്കുകയും ചെയ്തിരിക്കുന്നു. ഈ ദേശീയപാത തന്നെയാണോ യഥാർത്ഥത്തിൽ ഇവിടെ വില്ലനായത്? ഈ നാട്ടുകാർ തന്നെ, നമ്മൾ രാവിലെ മുതൽ ഈ വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിക്കുമ്പോൾ മുതൽ ആളുകൾ പറയുന്നുണ്ട്, അവിടെ നിന്ന് പ്രതികരണത്തിൽ നിന്ന് ആളുകൾ വളരെ വ്യക്തമായി പറയുന്നുണ്ട്, ഈ ദേശീയപാതയിലെ അശാസ്ത്രീയ നിർമ്മാണമാണ് ഈ വലിയ ദുരന്തത്തിലേക്ക് വഴിവെച്ചത് എന്ന്. അപ്പോൾ അങ്ങനെ തന്നെയാണ് കാര്യങ്ങൾ? എന്താണ് സ്റ്റാലിൻ അവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ഫബിയ, തീർച്ചയായും അങ്ങനെ തന്നെ വേണം കരുതാൻ. കാരണം ദേശീയപാതയുടെ മണ്ണെടുപ്പ് തുടക്കം മുതൽ തന്നെ വലിയ പ്രതിസന്ധികൾക്കും പ്രശ്നങ്ങൾക്കും ഒക്കെ വലിയ തോതിലുള്ള ചർച്ചകൾക്കും ഒക്കെ ഇടയാക്കിയിരുന്നു. ഇക്കാര്യങ്ങളെല്ലാം നമ്മൾ ഇപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ മുൻപ്, അതായത് ദേശീയപാതയിലെ മണ്ണെടുപ്പിൽ അശാസ്ത്രീയമായിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്, വേണ്ട സുരക്ഷകൾ ഒരുക്കുന്നില്ല എന്നൊക്കെ മാസങ്ങൾക്ക് മുമ്പ് തന്നെ, മഴക്കാലം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെയുള്ള മണ്ണെടുക്കുന്ന കാലത്ത് പോലും അവിടുത്തെ ആളുകൾ, പ്രത്യേകിച്ചും പൊതുപ്രവർത്തകര് നമ്മളോട് രാവിലെ നമ്മുടെ ഇതിൽ ചർച്ചയിൽ ചേർന്ന രാജൻ, അതുപോലെ തന്നെ അടിമാലിയിലെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ കൃഷ്ണമൂർത്തി, അനസാരി ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ, പ്രത്യേകിച്ചും ദേശീയപാത സംരക്ഷണ സമിതി അവിടെ രൂപീകരിച്ചിട്ടുണ്ട്. അവരെല്ലാം ഇതിന്റെ നിർമ്മാണത്തിലെ അശാസ്ത്രീകൾ കൃത്യമായും ചൂണ്ടിക്കാട്ടിയതാണ്. എന്നാൽ അതൊക്കെ പിന്നെ എന്തുകൊണ്ടാണ് സ്റ്റാലിൻ ഈ അപാകത നേരത്തെ ചൂണ്ടിക്കാണിച്ചിട്ടും എന്തുകൊണ്ടായിരിക്കും അധികൃതർ നടപടിയെടുക്കാഞ്ഞത്? അതുമായി ബന്ധപ്പെട്ടൊരു നീക്കുപോക്കിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കാഞ്ഞത് എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? അക്കാര്യങ്ങളിൽ വേണ്ടത്ര ജാഗ്രത പുലർത്താനോ അല്ലെങ്കിൽ ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങളെ മുഖവിലക്കെടുക്കാനോ അവർ തയ്യാറായില്ല. പ്രത്യേകിച്ചും വലിയ കൺസ്ട്രക്ഷൻ കമ്പനികൾ, നിർമ്മാണ കമ്പനികളുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നു, വലിയ കരാറുകൾ, ഇതിന്റെ മുകളിൽ വലിയ കരാറുകളൊക്കെ നടക്കുന്നു. അപ്പൊ ആ തരത്തിലുള്ള ഉന്നത തലത്തിലുള്ള ഇടപെടലുകളും ഒക്കെയാണ് ഇതിൽ നടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ താഴെ തട്ടിലുള്ള ജനങ്ങളോ അല്ലെങ്കിൽ സാധാരണക്കാരായ ആളുകളോ അനുഭവിക്കുന്ന വിഷയങ്ങൾ പറഞ്ഞാൽ ഇതൊന്നും മുഖവിലക്കെടുക്കാൻ അധികൃതരോ അല്ലെങ്കിൽ കരാറുകാരനുൾപ്പെടെയുള്ള ആളുകളോ അതിന് തയ്യാറാവാത്തതാണ് ഇതിന്റെ ഒരു പ്രധാന കാര്യം. എന്നാൽ ഈ പ്രത്യേകിച്ചും ഹൈറേഞ്ച് മേഖലയിലെ മണ്ണെടുപ്പിലെ എപ്പോഴും കളക്ടർ ഉൾപ്പെടെയുള്ള അധികൃതർ അതിന്റെ ജാഗ്രത പാലിക്കണം എന്ന് പറയുമ്പോൾ പോലും, എന്നാൽ മൈനിങ് ആൻഡ് ജിയോളജി പോലെയുള്ള പല പ്രധാനപ്പെട്ട സംവിധാനങ്ങളും ഇക്കാര്യങ്ങൾ തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ളതും ഇക്കാര്യത്തിൽ നമ്മൾ വളരെയധികം നമ്മൾ പ്രാധാന്യത്തോടുകൂടി കാണേണ്ടതാണ്. തീർച്ചയായും സ്റ്റാലിൻ, നമ്മളിപ്പോൾ പ്രേക്ഷകരെ കാണിക്കുന്നത്, പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്ന് രാവിലെ അവിടെയുള്ള ഇപ്പോഴത്തെ അവിടുത്തെ ആകാശ ദൃശ്യങ്ങളാണ്. ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാകും എന്തൊരു വലിയ ദുരന്തമാണ് അടിമാലിയിൽ, കോനമ്പാറയിൽ സംഭവിച്ചതെന്ന്. കാരണം 6ഓളം വീടുകൾ പൂർണ്ണമായും നിലംപൊത്തിയിരിക്കുന്നു. ആ ദൃശ്യങ്ങൾ പ്രേക്ഷകർ നോക്കൂ. അത് വലിയ ഒരു ദുരന്തം തന്നെയാണ് അവിടെ സംഭവിച്ചത്, കാര്യത്തിൽ സംശയമില്ല. ഇന്ന് നേരം പുലർന്നപ്പോഴാണ് എന്തുമാത്രം വലിയ സംഭവ വികാസങ്ങളാണ് ഉണ്ടായത്. പ്രകൃതി എന്ത് രോഷാകുലയായിട്ടാണ് കലിതുള്ളിയത് എന്ന് നമുക്ക് വളരെ വ്യക്തമായി കാണാൻ സാധിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ രാവിലെ തന്നെ ഒരു വീഡിയോ പുറത്തുവിട്ടിരുന്നു. ആ വീഡിയോയിൽ അവിടെ ആ നാട്ടിലുണ്ടായ വിള്ളൽ, ഭൂമിക്ക് പുറത്തേക്കുണ്ടായ വിള്ളൽ വളരെ വ്യക്തമായി ആ വീഡിയോയിൽ കാണാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത്, പ്രേക്ഷകർ കാണുന്നതാണ് ആ വീഡിയോ. നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കും ആ സ്ഥലത്ത്, ആ പ്രദേശത്തുണ്ടായ വിള്ളലാണത്. ഇത് മുൻകൂട്ടി കണ്ട് ആളുകൾ പറയുന്നുണ്ട് വലിയ അപകടം സംഭവിച്ചു. നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടുവരാം. ആൾക്കാർ വിശ്വസിക്കുന്നുണ്ടോ? അതാ ഞാൻ പറഞ്ഞേ, കാല് താന്നു പോവാ. കണ്ടില്ല എന്ന് പറഞ്ഞു. ഇതുണ്ടോ കളിയാ? ഇതേ നമ്മൾ പറയും പോലല്ലേ ഇത് പെരുമഴ, ഒറ്റ മഴ പെയ്ത് കഴിഞ്ഞാണ്ടല്ലോ ഈ കൃഷി മൊത്തം
ആ നമുക്ക് ആ വീഡിയോയിൽ നിന്ന് തന്നെ ചിത്രം വ്യക്തമാണ്. അതിൽ വളരെ വ്യക്തമായി അവിടുത്തെ നാട്ടുകാർ അത് പറയുന്നുണ്ട്. ഒന്ന് രണ്ട് ആളുകൾ അത് ക്യാമറയിൽ എടുത്തതിന് ശേഷം അവർ പുറത്തേക്ക് വിട്ട വീഡിയോ ആണത്. ആ നാട്ടിൽ ഈ അപകടം നടക്കുന്നതിന് മുൻപേ ഉണ്ടായ വിള്ളലാണ്. പ്രകൃതി നേരത്തെ തന്നെ ഇത് കാണിച്ചു തന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. കാരണം അത്രമാത്രം ഒരു വിള്ളലാണ് അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ വിള്ളൽ കണ്ടതുകൊണ്ട് തന്നെ ആയിരിക്കാം കൃത്യമായി അത് എടുത്തു പറയേണ്ട ഒന്നാണ് അവിടുത്തെ അധികൃതർ കാണിച്ച ആ സ്ഥലത്തെ അധികൃതർ കാണിച്ച പഞ്ചായത്ത് ആയിക്കോട്ടെ അവർ കാണിച്ച ഒരു മുൻകരുതൽ അത് അഭിനന്ദിച്ചേ മതിയാവുള്ളൂ. കാരണം അല്ലെങ്കിൽ നമ്മൾ ഇന്ന് രാവിലെ ഒരു വലിയ മഹാദുരന്തത്തിന്റെ വാർത്ത കേട്ട് എഴുന്നേക്കേണ്ട ആളുകളാണ്. അത്രമാത്രം കുടുംബങ്ങളെ അവിടെ നിന്ന് കൃത്യമായി ഇടപെടൽ കൊണ്ട് മാറ്റുന്നു. ഈ മരണപ്പെട്ട ആളാവട്ടെ അദ്ദേഹത്തിന്റെ രേഖകൾ എടുക്കാൻ വേണ്ടി തിരിച്ചു വന്നതുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിന് ഈ വലിയ ദുരന്തത്തിൽ ഒരു ഇരയാവേണ്ടി വന്നത്. അതല്ലെങ്കിൽ ഒരാൾക്ക് പോലും ഒരു പക്ഷേ ഒരു അപകടം പറ്റില്ലായിരുന്നു. 6 വീടുകൾ പൂർണ്ണമായി നിലംപൊത്തിയെങ്കിൽ പോലും എന്ന് നമുക്ക് ആശ്വസിക്കാമായിരുന്നു. പക്ഷേ അങ്ങനെയല്ല. വിധി അത് വളരെയധികം നമ്മളെ വേദനിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. എന്തായാലും സ്റ്റാലിൻ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ പ്രകൃതി നേരത്തെ കാണിച്ചു തന്നു ഒരു വലിയ ദുരന്തം വരാൻ പോകുന്നു എന്ന്. അത് തന്നെയാണ് ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് വളരെ വ്യക്തമാകുന്നത്.